വാർത്തയാണ് വരുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ വാർഡ് ഇടിഞ്ഞു വീണിരിക്കുന്നു. ഇതിലൊരു ആശങ്കപ്പെടുന്ന കാര്യം, ആ വാർഡ് ഇടിഞ്ഞു വീണ ഭാഗത്ത് രോഗികളുണ്ടോ എന്ന സംശയം കൂടിയുണ്ട് എന്നുള്ളതാണ്. അഖിൽ, അത്യാഹിത വിഭാഗത്തിലെ വാർഡാണോ ഇടിഞ്ഞു വീണത്? എന്താണ് വിശദാംശങ്ങൾ? അരുൺകുമാർ, ഒരു 14-ാം വാർഡാണ് ഇടിഞ്ഞു, അതിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് പ്രാഥമികമായി ലഭിച്ചിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ, അതായത് ആളുകൾ കുടുങ്ങി അതിനുള്ളിൽ ഉണ്ടോ എന്ന സംശയം പ്രകടിപ്പിക്കുന്നു. ഈ 14-ാം വാർഡ് എന്ന് പറയുന്നത് ഈ അസ്ഥിരോഗം, അതായത് എല്ല് പൊട്ടി ഒടിവ് ചതവൊക്കെ വരുന്ന അത്തരത്തിലുള്ള ആളുകൾക്ക് ഒറ്റവിഭാഗത്തിലെ ആളുകൾ വാർഡാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. എന്തായാലും ഈ ആളുകൾ ഉണ്ട് എന്നൊരു സംശയം പ്രകടിപ്പിക്കുന്ന അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ഒരു സംഭവം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ അവസ്ഥ എന്താണ് അഖിൽ? ഇത് ഇപ്പം അവിടേക്ക് എത്തിയില്ലേ? അഖിൽ അവിടേക്ക് എത്തുകയാണോ? ഈ മെഡിക്കൽ കോളേജ് പഴയ കെട്ടിടമാണോ? കെട്ടിടത്തിന്റെ ഒരവസ്ഥ എന്താണ്? എങ്ങനെയാണ് ഈ വാർഡ് ഇടിഞ്ഞു വീണത്? നമ്മൾ അല്പസമയത്ത് നമ്മൾ അവിടേക്ക് എത്തും. എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്താണ് ഈ അവിടെ ഒരു അവസ്ഥ സാഹചര്യം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി പറയാൻ കഴിയുള്ളൂ. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ വാർഡ് ഇടിഞ്ഞു വീണിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത എന്തായാലും വരികയില്ല. 14-ാം വാർഡാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ അവിടേക്കുള്ള യാത്ര അല്പസമയത്തിന് തന്നെ അവിടെ എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആളുകൾ ഉണ്ട് എന്നൊരു സംശയം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ 14-ാം വാർഡാണ് ഇപ്പോൾ ഇടിഞ്ഞു വീണു എന്നുള്ള വിവരം വരുന്നത്. ഈ വാർഡ് ഇടിഞ്ഞു വീഴുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. കെട്ടിടത്തിൽ ആളുകളുണ്ടോ എന്നൊരു ആശങ്കയും അവിടെ നിൽക്കുന്നു. നമുക്കത് സ്ഥിരീകരിക്കാനാകുന്നില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷേ വാർഡാകുമ്പോൾ സ്വാഭാവികമായും അവിടെ രോഗികൾ ഉണ്ടാകും. ഈ 14-ാം വാർഡാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. അത് ഏത് ഭാഗത്തായിട്ടാണ് എന്നൊക്കെ അവിടെ അഖിലെത്തിയാൽ മാത്രമേ മനസ്സിലാക്കാനാകുകയുള്ളൂ. പക്ഷേ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടു വരുമ്പോൾ ആ വിവാദങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഒരു വാർഡ് ഇടിഞ്ഞു വീണു എന്നുള്ള വാർത്ത വരുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ 14-ാം വാർഡാണ് ഇടിഞ്ഞു വീണത്. കെട്ടിടത്തിന്റെ പഴക്കമൊക്കെയാണോ പ്രശ്നമായത് എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അഖിൽ, അതുകൂടി അറിയേണ്ടതുണ്ട്. കെട്ടിടത്തിന്റെ പഴക്കം കൊണ്ട് ഒരു വാർഡ് ഇടിഞ്ഞു വീണതാണോ? എന്താണ് ഇപ്പോൾ മനസ്സിലാക്കാനാവുന്നത്? ഈ 14-ാം വാർഡ് എന്ന് പറയുന്നത് അത്യാഹിത വിഭാഗമാണോ? അഖിൽ, ഈ 14-ാം വാർഡ് എന്ന് പറയുന്നത് ആ വാർഡിൽ എന്താണ് അവിടെ പ്രവർത്തിക്കുന്നത്? സ്മൃതി, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് ഈ എല്ല് രോഗവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഓർത്തോവുമായി ബന്ധപ്പെട്ട ആളുകൾ, ചികിത്സ കഴിഞ്ഞിട്ടുള്ള ആളുകൾ എത്തുന്ന സ്ഥലമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രാഥമികമായി ഇത് എവിടെയാണ് എന്നതിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇത് ഒരു 14-ാം വാർഡിന്റെ ഒരു ഭാഗം, വാർഡ് പൂർണ്ണമായും ഇടിഞ്ഞു വീണിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 14-ാം വാർഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണിട്ടുണ്ടെന്നാണ് പ്രാഥമികമായിട്ടുള്ളൊരു വിലയിരുത്തൽ ലഭിക്കുന്നത്. ഒരു ഭാഗം അങ്ങനെ ഇടിഞ്ഞു വീണിരിക്കുന്നു. മുഴുവൻ കെട്ടിടം ഇടിഞ്ഞിട്ടില്ല. 14-ാം വാർഡിന്റെ ഒരു ഭാഗം പൊളിഞ്ഞു വീണു എന്ന് വേണം മനസ്സിലാക്കാൻ. അഖിൽ, എത്ര മിനിറ്റ് കൊണ്ട് അവിടെ എത്തും? നമ്മൾ മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം നമ്മൾ വാർഡിന്റെ ഈ സ്ഥലത്തേക്ക് എത്തുമെന്നാണ്. നമ്മൾ മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് വരേണ്ട 14-ാം വാർഡിന്റെ പരിസരത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് അവിടേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ്. നമ്മൾ ഈ വാർഡിന്റെ ഭാഗത്ത് ആളുകളൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നമ്മൾ വാർഡിന്റെ പരിസരത്തേക്ക്. അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ? കെട്ടിടത്തിന്റെ 14-ാം വാർഡ് ഇടിഞ്ഞു വീണു എന്ന് പറയുമ്പോൾ മുഴുവനായിട്ട് വീണിട്ടില്ല, ഒരു ഭാഗമാണ് പൊളിഞ്ഞു വീണതെന്നാണ് മനസ്സിലാക്കാനാവുന്നത്. പഴക്കം കൊണ്ട് വീണതാണോ? ഈ കെട്ടിടം പഴകിയ കെട്ടിടമാണോ? പഴകിയ കെട്ടിടമാണ് എന്ന് കരുതുന്നു. എന്തായാലും ഇത് എന്താണ് സംഭവിച്ചത് എന്നതിൽ കൃത്യമായ വ്യക്തത വന്നിട്ടില്ല. ഈ ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗം, 14-ാം വാർഡിന്റെ ഒരു ഭാഗം എന്നുള്ളത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 14-ാം വാർഡിന്റെ എന്താണ് ഇതിൽ സംഭവിച്ചത്? ഇത്തരത്തിൽ ഈ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണാണ്. അതായത് ഈ ഒരു പഴയ ഭാഗങ്ങളുള്ള, അത് മോർച്ചറിയോട് ചേർന്ന് പരിസരത്തിലാണ് ആ ഭാഗം. കെട്ടിടത്തിന് പകരം പുതിയ കെട്ടിടം മറുവശത്ത് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭാഗത്ത് തന്നെയാണോ ഇത് സംഭവിച്ചതെന്നാണ് ഇതിലൊരു വ്യക്തത വരേണ്ടതുള്ളത്. എന്തായാലും ഇതിൽ എന്താണ് സംഭവിച്ചത് ഒരുപക്ഷെ നമുക്ക് ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു.